ഹലോ കൂട്ടുകാർ, ഇന്ന് പെട്ടെന്നൊരു തോന്നൽ അമ്മച്ചിയുടെ അടുത്തൊന്നും പോകാമെന്ന്. അവധി ഇട്ട് കഴിഞ്ഞ് ഇതുവരെയും വീട്ടിലോട്ടൊന്നും പോയില്ല. അപ്പം ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് അത്യാവശ്യം വൃത്തിക്കാണ് പോകുന്നത്. അമ്മച്ചിയുടെ അടുത്തോട്ടൊന്നും വൃത്തിക്ക് പോയില്ല, അമ്മച്ചി എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നന്നായിട്ട് ഒരുങ്ങിയാണ് പോയത്. മുടി അഴിച്ചിട്ടില്ല, സാധാരണ മുടി അഴിച്ചിട്ട് പോകാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ ബസ്സിലാണ് പോകുന്നത്, അത്രയും ദൂരം പോകുന്നതുകൊണ്ട് എന്തായാലും ഒരു അരമണിക്കൂർ ഇരിക്കണമല്ലോ, അതുകൊണ്ട് പോണിറ്റെയിലൊക്കെ കിട്ടിയാണ് പോയത്. അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചു സുന്ദരിയും കൂട്ടി ബസ്സിൽ കയറാനായിട്ട് പോവുകയാണ്. മോനെ കൊണ്ടുപോകുന്നില്ല, മോനൊന്ന് കൂട്ടുകാരുടെ കൂടെ കളിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് പോകുന്നത്. ബസ്സിൽ ഇന്ന് ബ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇരിക്കാനൊന്നും സ്ഥലം കിട്ടിയില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാർ സച്ചുവിൻ്റെ കടയിൽ കയറിയിട്ട് ഒത്തിരി നാളായി. അവിടെ ബേക്കറിയിൽ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ അമ്മച്ചിക്ക് വേണ്ടി വാങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴി കൂടെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. അമ്മച്ചിയോട് പറയാതെയാണ് ഞങ്ങൾ പോകുന്നത്. അമ്മച്ചി ഭയങ്കര സർപ്രൈസ്ഡ് ആയി കേട്ടോ. ഈ പറയാതെ പോകുന്നതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ട് കേട്ടോ. പറയാതെ പോയാൽ നല്ല തട്ടിക്കൂട്ട് കറികളൊക്കെ, അമ്മച്ചിയുടെ നാടൻ കറികളൊക്കെ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ പൊറോട്ടയോ അമ്മച്ചിയുടെ നെയ്ച്ചോറോ ഒക്കെ ഞാൻ കഴിക്കേണ്ടി വരും. അത്തച്ചിയും മോളും കൂടെ ഇരുന്ന് സെൽഫി എടുക്കലോ ഒക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതുണ്ടോ, അമ്മച്ചിയുടെ കറികളാണ്. ചക്കക്കുരുവും പടവലങ്ങയും ഏതാണ്ട് മെഴുക്കുവരട്ടി വെച്ചത്, നല്ല അടിപൊളി മത്തിക്കറി, പിന്നെ അമ്മച്ചിയുടെ അടിപൊളി അച്ചാറുകൾ, പിന്നെ തൈര് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോ കോളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പം ഞാൻ ശവാസനത്തിലേക്ക് കടന്നു. അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് അമ്മച്ചി ചായ ഇട്ട് തന്നു. ഒട്ടും ഇഷ്ടമില്ലായിരുന്നു തിരിച്ചു പോകാൻ, നല്ല സുഖം ഇവിടെ. പിന്നെ അമ്മച്ചിക്കൊക്കെ സങ്കടമായിരുന്നു, കുഞ്ഞ് വന്നിട്ട് നിൽക്കാതെ ഈ അവധിക്ക് നിന്നേ ഇല്ലല്ലോ. അപ്പം അങ്ങനെ പോകുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് സ്റ്റാൻഡിൽ ചെന്നിട്ട് കുറേ പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് കടയായിട്ടുള്ള സ്ട്രോബെറിയിലാണ് ഞങ്ങൾ കയറുന്നത്. ഇവിടെ ലേഡീസിന് വേണ്ട A to Z എല്ലാ അടിപൊളി സാധനങ്ങളും കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ ഇവിടുന്ന് മോൾക്കും എനിക്കും വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അവൾക്ക് മെഹന്തിയോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്ന കൊട്ടാരം ബേക്കറിയാണ്. അവിടുത്തെ ഒരു പുഡിങ് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എപ്പോൾ ചെന്നാലും അത് കിട്ടുന്നതാണ്. ഇന്ന് ഞങ്ങൾക്ക് ഒട്ടും ലക്കില്ലായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് പുഡിങ് കഴിക്കാതെ ഞങ്ങൾ വരുന്നത്. കൊടാനാരങ്ങ വെള്ളത്തിൽ ഒതുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങളും വാങ്ങി, മോനുള്ള സാൻഡ്വിച്ചും ഒക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി. അന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ. എന്നിട്ട് മഴയൊന്ന് നിന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി, നല്ലപോലെ മഴ പെയ്തു. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, വെയിലും മഴയും മാറി മാറി വന്നതുകൊണ്ട് എനിക്ക് ചെറിയ തലവേദനയൊക്കെ എടുത്തു. കുറേ നേരം കിടന്നു കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വന്നൊരു നല്ലൊരു കോഫി ഇട്ട് കുടിച്ചു. അന്നേരത്തേന് മോന് ഈ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് അവൻ്റെ സ്വന്തമായിട്ട് ഈ മുട്ടയൊക്കെ വറുത്ത്, അവൻ്റെ ഈ പറഞ്ഞ പനീറൊക്കെ റോസ്റ്റ് ചെയ്ത്, സോയാബോളൊക്കെ റോസ്റ്റ് ചെയ്ത് അവൻ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തുനിന്ന് അൽഫാം ഓർഡർ ചെയ്ത്, മോക്കത് വേണമെന്ന് പറഞ്ഞുകൊണ്ട്, മഴയൊക്കെ അല്ലേ അപ്പോൾ നല്ല ചൂട് അൽഫാം കഴിക്കാൻ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്ത് ആ ചേട്ടൻ അത് കൊണ്ടുത്തന്നു. ഞങ്ങളത് കഴിച്ചു. പിന്നെ പ്ലേറ്റൊക്കെ കഴുകി വെച്ച് ഞാൻ പോവാണെങ്കിൽ ഗുഡ് നൈറ്റ്.